ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങളുടെ ഫോൺ നമ്പറിൽ ഈ ഒരക്കം ഞാനീ പറയുന്ന ഒരു സ്ഥാനത്തുണ്ടോ, ഉണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ, സമ്പത്ത്, ഐശ്വര്യമൊക്കെ കടന്നു വരാം എന്നുള്ളതാണ്. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും, ഫോൺ നമ്പറിലൊക്കെ കാര്യമുണ്ടോ? കണ്ടു നോക്കുക, വീഡിയോ മുഴുവൻ കണ്ടു നോക്കുക, എന്നിട്ട് വിലയിരുത്തുക. ഏതിനും അതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട്, അല്ലെങ്കിൽ അതൊന്ന് കേട്ട് നോക്കിയിട്ട് ശരിയാണോ എന്ന് തീരുമാനിച്ചാൽ മതി. അല്ലാതെ ആദ്യമേ ശരിയാണെന്നും ശരിയല്ലെന്നും തീരുമാനിക്കണ്ട. ഞാൻ പറയുന്നൊരു 10-15-20 മിനിറ്റ് ഒന്ന് കേട്ട് നോക്കുക, അപ്പോൾ മനസ്സിലായും കാര്യമുണ്ടോ ഇല്ലയോ എന്ന്. ഞാനും പണ്ട് ഇങ്ങനെ ചിന്തിച്ച വ്യക്തിയാണ്. എടാ, നമ്പറിലൊക്കെ എന്നാ കാര്യം ഇരിക്കുന്നു. ഡെഫിനറ്റ്ലി എന്നൊരു വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത്ര ഷുവറായിട്ടാണ് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറായിക്കോട്ടെ, വണ്ടിയുടെ നമ്പറായിക്കോട്ടെ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട അക്കങ്ങളായിക്കോട്ടെ, ഏത് നമ്പറുകളായിക്കോട്ടെ, ഇതിനൊക്കെ നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതാണ് സംഖ്യാ ജ്യോതിഷം. കാരണം ഞാൻ ആ കാര്യത്തിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ മൊബൈലിൽ പാസ്വേഡ് ഞാൻ ഗ്രഹനില ഒപ്പം പറഞ്ഞു കൊടുക്കാറുണ്ട്. കമ്പ്യൂട്ടറുണ്ട്, അതിൽ പാസ്വേഡല്ല പറഞ്ഞു കൊടുക്കുന്നത്, പാസ്വേഡ് കണ്ടെത്തേണ്ട രീതി പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ അവനവന് ഇഷ്ടമുള്ള പാസ്വേഡ് ഇട്ടാൽ മതി. പക്ഷേ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, കൃത്യമായിട്ട് അതൊക്കെ ചെയ്തവർക്ക് ജീവിതത്തിൽ ഗുണമുണ്ടായിട്ടുണ്ട്. അത്ഭുതകരമായ കാര്യമാണ്. അതായത് വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുത്തവരുണ്ട്. അപ്പം സംഖ്യകളിൽ കാര്യമുണ്ട്. ഫോൺ നമ്പർ, ഞാനീ പറയുന്ന ഒരു സംഖ്യ, ഞാനീ പറയുന്ന ഫോൺ നമ്പറിൻ്റെ ഈ പറയുന്ന സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിലേക്ക് സമ്പത്ത്, ഐശ്വര്യം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അത് പ്രയോജനപ്പെടുത്തേണ്ടത് അവനവനാണ്. പക്ഷെ അതിനുള്ള ഒരു സാധ്യത ഒരുപാട് കൂടുതലാണെന്നുള്ളതാണ്. പിന്നെ അവനവനോട് അത് മനസ്സിലാക്കിയത് പ്രയോജനപ്പെടുത്തിയാൽ അത് ഏറ്റവും നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ സംഖ്യാ രഹസ്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാണുക, കണ്ടിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ നിങ്ങളതിന് ഫോളോ ചെയ്യുക, ഇല്ലേ വിട്ടേക്കുക. എനിക്ക് ശരിയെന്ന് ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനീ പറഞ്ഞു തരുന്നത്. അപ്പോൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സംഖ്യകളിലുണ്ട് രഹസ്യം. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. ഫോൺ നമ്പറിലുണ്ട് കാര്യം. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണ്ട. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടു, നിങ്ങൾ തോന്നുക ഇത് കൊള്ളാമല്ലോ, വേറൊരാൾക്ക് സ്നേഹം കൊണ്ട് അയച്ചു കൊടുത്താൽ അവർക്ക് ചിലപ്പം പുച്ഛമായിരിക്കും. അവരൊന്ന് കാണത്തും. ആവശ്യമുള്ളവർ കണ്ടെത്തും. അതാണ് എൻ്റെ ഒരു പോളിസി. ആവശ്യമില്ലാത്തൊരു പോട്ടെന്നേ അവനവൻ്റെ വഴിക്ക്, നമുക്ക് സന്തോഷമുള്ളൂ. ആവശ്യമുള്ളവരുടെ കിട്ടിയിട്ട കാര്യമുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞാൽ, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ശിവഭാഗത്തിൽ തന്നെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ആവശ്യമുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ അത് ഫോളോ ചെയ്യുക. എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും പറയുന്നത്, അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുമുണ്ട്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നി നിങ്ങൾ ഫോളോ ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ല നിങ്ങൾ തള്ളിക്കളയുക. ഇനി വിശദമായിട്ട് വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലായ കാര്യമാണ് പറയുന്നത്. ഒരാളുടെ ഫോൺ നമ്പറിൽ അവസാനത്തെ അക്കം, ദ ലാസ്റ്റ് നമ്പർ, അവസാനത്തെ അക്കം 1 ആയാൽ, 1 തൊട്ട് പറഞ്ഞുതരാം, 1 ആയാൽ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് ഈ ജീവിതം മാറ്റുന്ന സംഖ്യയും. അപ്പോൾ 1 തൊട്ട് പറയാം, അത് ക്രമത്തിനങ്ങ് പറയാം. അപ്പോൾ അവസാനത്തെ അക്കം 1 ആണെങ്കിൽ ആ വ്യക്തിക്ക് എപ്പോഴും ഒരു എല്ലായിടത്തും ഒരു പ്രാധാന്യം വേണം. എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് വെച്ച് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാവരും അങ്ങനെയല്ല. ചിലർ ഇച്ചിരി കടുംപിടുത്തക്കാരാണ്. എനിക്ക് എല്ലായിടത്തും ഒരു മേധാവിത്വം വേണം, എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കടുംപിടുത്തം ചിലർക്ക് കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു ടെൻഡൻസി അവസാനം ഫോൺ നമ്പർ 1 വന്നാൽ ഒരു അധികാര ശക്തി ഇഷ്ടപ്പെടുന്ന, കൂടുതലായിട്ട് മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് തോന്നും എല്ലാവർക്കും അങ്ങനെയൊക്കെ മനസ്സിൽ കാണുമല്ലോ. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ചിലർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് ഈ ടെൻഡൻസി കാണും. അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്ന നമ്പറാണ് ഫോൺ നമ്പറിൻ്റെ അവസാനം 1 വന്നാൽ.
വ്യക്തമായിട്ടാണ്, ക്ലിയർ കട്ടായിട്ടാണ് പറയുന്നത്. കാരണം ഈ വ്യക്തികൾക്ക് ഈ പ്രത്യേകത കൂടുതലായിരിക്കും, സാധ്യതയാണ് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവരും അത്തരത്തിലാണോ എന്നില്ല, ഇതെല്ലാം പറയുന്നത് എങ്ങനെയാണ്, ഒരു സാമാന്യ ഒരു പൊതുവായിട്ടുള്ള ഒരു സാമാന്യ സാധ്യതകളാണ്. പക്ഷെ ചിലർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഇവർക്ക് സർവീസ് മേഖലകൾ, മെഡിസിൻ മേഖലകൾ, നിയമപരമായ മേഖലകൾ, ഇങ്ങനെ ഉള്ള മേഖലകളുമായി ബന്ധപ്പെട്ടും ഒക്കെ പ്രവർത്തിക്കാൻ, മീഡിയ സംബന്ധമായ മേഖലകൾ ഒക്കെ ഒരു കഴിവ് കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആണെന്നല്ല അർത്ഥം. അങ്ങനെയുള്ള ചില ഒരു കഴിവുകളും ഇവരുടെ ഉള്ളിലുണ്ടായിരിക്കും. അല്ലെ ഈ ഒന്ന് വരുന്നവർക്ക് അങ്ങനെയുള്ള മേഖലകൾ ചിലപ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റും. അതിനെ അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ ഇവർക്ക് ഇച്ചിരി കടുംപിടുത്തം ചിലപ്പം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഈ കുടുംബജീവിതത്തിൽ അല്പം ഒരു അഡ്ജസ്റ്റബിൾ ആകുന്നത് നല്ലതായിരിക്കും, ഫ്ലെക്സിബിൾ ആകുന്നത് നല്ലതായിരിക്കും. ഇവർ ഒരു താൻ പോരും അല്ലെങ്കിൽ ഒരു നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ ഒരു സ്റ്റബോണായിരിക്കും കുറച്ചുകൂടെ മനസ്സ്. അതായത് ഒരു 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 ഞാനെന്നുള്ള ഒരു ചിന്ത കൂടുതലായിരിക്കും. എല്ലാവരും അങ്ങനെ ആണെന്നല്ല, ജനിച്ച സമയവും നക്ഷത്രവും ഒക്കെ ഇതിലെല്ലാം മാറ്റം വരും. പൊതുവായിട്ട് പറയുന്ന ഇതല്ല കേട്ടോ, സാമാന്യമായിട്ട് പറയുന്ന. പക്ഷെ ചിലർക്കെങ്കിലും അങ്ങനെ ചിലതായിട്ട് അനുഭവങ്ങൾ ഉണ്ടാകാം. പിന്നെ ഇവർക്ക് ശിവനെ വിളിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറും എന്നുള്ളതാണ്. ശിവഭഗവാന്റെ അത് ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ പോയാൽ വളരെ മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാവും. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ പോയി നിങ്ങൾ ഭഗവാന് വെള്ള നിവേദ്യം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്താൽ നല്ലതാണ് ഞായറാഴ്ചകളിൽ. പിന്നെ ഇവർക്ക് എപ്പോഴും ഈ സൗഹൃദങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ എപ്പോഴും ഇവരെ പലപ്പോഴും ഒറ്റപ്പെടുത്താം. അതായത് സൗഹൃദങ്ങൾ ചിലപ്പോൾ അവരുടെ കാര്യം നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇവരോട് പിന്നെ ഒരു ഇത് കാണണമെന്നില്ല. അങ്ങനെയുള്ള ഒരു സാധ്യതകൾ ഒക്കെ ഈ നമ്പറിൻ്റെ ഒരു സ്വാധീനം ചെലുത്താറുണ്ട്. ഈ നമ്പറിൻ്റെ ഒരു എഫക്റ്റായിട്ട്. പിന്നെ ജനിച്ച സമയം നക്ഷത്രം എല്ലാം അനുസരിച്ച് അതൊക്കെ വ്യത്യാസമായിരിക്കും. സാമാന്യ ഫലമാണ് പറയുന്നത്. നമ്പർ 2 ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു നമ്പറാണ് നമ്പർ 2. അതായത് ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം നമ്പർ 2 വരിക. ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ സംബന്ധമായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന വ്യക്തികളാണ്. കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ആശയവുമായി ബന്ധപ്പെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഉദ്ദേശിക്കുന്ന രീതി ആയിരിക്കത്തില്ല. ഇവരൊരു പുരുഷനായിക്കോട്ടെ, ഇവർ ഉദ്ദേശിക്കുന്ന രീതി ആയിരിക്കത്തില്ല ഭാര്യ ഇവർ പറയുന്നത് മനസ്സിലാക്കിയെടുക്കുന്നത്. പലപ്പോഴും ആശയപരമായ സംഘടനം കൂടുതലായിരിക്കും. ഭാര്യയ്ക്കാണേലും ഭർത്താവിനാണേലും ഒരു സബോർഡിനേറ്റിനോടാണേലും ഒക്കെ പറയുമ്പോൾ എപ്പോഴും ഇവർക്ക് മാനസിക സംഘർഷം കൂടുതലായിരിക്കും. മനസ്സിന് എപ്പോഴും ഒരു ചഞ്ചലത കൂടുതലായിരിക്കും. മാനസികമായിട്ട് എപ്പോഴും ഒരു സംഘർഷം കൂടുതലായിരിക്കും ഇവർക്ക്. പക്ഷെ ഇവർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്രയോജനപ്പെടുത്താൻ കഴിവുള്ളവരാണ്. ഇവർക്ക് ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ ആയിക്കോട്ടെ, സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, സർവീസ് മേഖല ആയിക്കോട്ടെ, ടീച്ചിങ് മേഖല ആയിക്കോട്ടെ, ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള വ്യക്തികളാണ്. പക്ഷേ ഇവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ തന്നെ പ്രോബ്ലംസ് വരും. അതൊരു ഭർത്താവുമായിട്ടുള്ള ആശയവിനിമയമായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയായിട്ടുള്ള ആശയവിനിമയമായിരിക്കും, അല്ലെങ്കിൽ മക്കളുമായിട്ടുള്ളതായിരിക്കും. അപ്പം മാനസികമായ സംഘർഷങ്ങൾ കൂടുതലായിട്ട് ഇവർക്കുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇവരുടെ സൗഹൃദങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലാകണമെന്നില്ല ഒരു സുഹൃത്ത് ഇവരെ മനസ്സിലാക്കിയെടുക്കണം. പലപ്പോഴും ഈ ആശയപരമായി ശരിയായിട്ട് ആക്കാത്തത് കൊണ്ട് തന്നെ സൗഹൃദങ്ങളിൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകാം. പിന്നെ സാമ്പത്തിക നില എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ്, ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവരുടെ ഒരു പ്രത്യേകത, ഇവർക്കിപ്പോൾ ഒരു 50,000 രൂപ മാസം വരുമാനം ഉണ്ടെങ്കിൽ ഇവർ ഒരു 60,000 രൂപ ബാങ്കിൽ അടയ്ക്കാനുള്ള ബാധ്യത എടുത്തു വെക്കും. സാധ്യതയാണ് പറഞ്ഞത്, എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. അങ്ങനെ ഒരു മാനസിക ടെൻഡൻസി ഉള്ളവരാണ് ഇവരിൽ എല്ലാവരുടെയും കാര്യമല്ല, ചിലരെങ്കിലും. കാരണം ജനിച്ച സമയവും നക്ഷത്രവും ഒക്കെ അനുസരിച്ച് എല്ലാം വ്യത്യാസം വരും. ഇത് ഈ ജനിച്ച ഇവരുടെ ഫോണിലെ അവസാന സംഖ്യ വെച്ച് പറയുന്നത് സാമാന്യ ഫലമാണ്. എങ്കിലും എപ്പോഴും താങ്കൾക്ക് ഒരു 50,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ മാസം ബാങ്കിൽ അത്ര തന്നെ അടയ്ക്കാനുള്ള ബാധ്യത ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കി വെക്കും. കാരണം ഇവർക്ക് മനസ്സ് ഫ്രീ ആകുന്ന പരിപാടിയേ ഇല്ല. എപ്പോഴും മനസ്സ് പ്രശ്നത്തിലാക്കിക്കൊണ്ടിരിക്കും. ഒരു പരിധി വരെ അത് ഇവർ തന്നെ ചെയ്യുന്നതാണ്. ഒരു പരിധി തന്നെ മനസ്സ് ഒരു പ്രശ്നത്തിലാക്കുന്ന ഇവർ തന്നെയാണ്. അപ്പോൾ അത് അവനൊന്ന് മനസ്സിലാക്കിയാൽ ഒഴിവാക്കാം. പിന്നെ ഭദ്രകാളിക്ക് തിങ്കളാഴ്ചകളിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കടുംബായുസം ഇതൊക്കെ തിങ്കളാഴ്ചകളിൽ നൽകുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ശിവന് തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ രാവിലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി,
വെള്ള നിവേദ്യവും തിങ്കളാഴ്ച നെയ്വിളക്കം നൽകുന്നത് നല്ലതാണ്. പിന്നെ ശിവന് ഭസ്മം നൽകുക, മാനസികമായിട്ട് നല്ല സുഖം കിട്ടും. ആവശ്യമില്ലാത്തതൊന്നും അങ്ങോട്ട് ചാടുന്നൊരു പ്രവണത ഇവർക്കുണ്ട്. വഴിയെ പോകുന്ന വയ്യാവേലി പിടിക്കുക എന്നൊരു പരിപാടിയില്ലേ, അത് തന്നെ. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഈ രണ്ട് സ്വാധീനമുള്ള വ്യക്തിയാണെങ്കിൽ, അത് ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ ഇതാണെങ്കിൽ പോലും അതിൻ്റെ സ്വാധീനം ചെറിയ രീതിയിൽ ഇവർ ചെലുത്താം. ഇപ്പോൾ ഒരു ഇൻസ്റ്റാൾമെൻറ്റുകാരൻ പോകും, ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കടമില്ലേ പോലും ഇനി വിളിക്കും, ഇവർ കട ഉണ്ടാക്കി വെക്കും. അല്ല, ഇവർക്കിപ്പം നല്ല സുന്ദരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക, വീടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഉടനെ ഇവർ ബാങ്കിൽ പോയി മാനേജറെ കണ്ടിട്ട് എനിക്കൊരു ലോൺ തരാമോ, ഒരു കാര്യമില്ല, അടുത്ത് വേറെ എന്നാങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒന്നാ ലോൺ എടുക്കും. പിന്നെ ഇവർക്ക് മാസം അടയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ ഇവർക്ക് സന്തോഷം വരുന്നത്. കാരണം ഒരു ബാധ്യത ഉണ്ടാക്കി വെക്കാം. എല്ലാവരും അങ്ങനെ ആണെന്നല്ല പറയുന്നത് കേട്ടോ, ചിലർക്കെങ്കിലും ഈ ടെൻഡൻസി ഉണ്ടാകാം, സാധ്യതയാണ്, നിർബന്ധമില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മളിൽ തുടങ്ങുന്ന മാറ്റം, ഇവർ പലപ്പോഴും എല്ലാ പ്രശ്നങ്ങളും മറ്റുള്ളവരുടെയാണ് ഇവർ വിചാരിക്കുന്നത്. അവിടെയാണ് ഇവരുടെ പ്രശ്നം കിടക്കുന്നത്. അപ്പം എൻ്റെ പ്രവൃത്തി, ഞാൻ ചെയ്യുന്ന കാര്യം കൊണ്ടാണെന്ന് ഇവരെന്ന് മനസ്സിലാക്കുന്ന അന്ന് ഇവരുടെ ജീവിതം മാറും. ഞാനിത് അനുഭവത്തിൽ നിന്ന് കണ്ട കാര്യങ്ങളാണ് പറയുന്നത്, ജീവിതം പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ പറയുന്ന കാര്യങ്ങൾ. പിന്നെ ഇവർക്ക് ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, സ്വയം മനസ്സിലാക്കുക, അതാണ് ഇവർക്ക് മാറാൻ വേണ്ടിയുള്ളത്. നമ്പർ 3 ഫോൺ നമ്പറിൻ്റെ അവസാനം വന്നു കഴിഞ്ഞാൽ ഇവർക്കൊരു പ്രൊഫഷണൽ ആകുന്നത് നല്ലത്. ഒന്നുമില്ല, ഒരു ബാങ്ക് എംപ്ലോയി, അല്ലെങ്കിൽ ഒരു എൻജിനീയർ, അല്ലെങ്കിൽ ഒരു ടീച്ചർ, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ, ഒരു പ്രൊഫഷണൽ ആകുന്ന ഏറ്റവും നല്ലതാണ്. ബിസിനസ് കാര്യത്തിലൊക്കെ പൈസ മുടക്കുന്നത് അത്ര ഗുണകരമാകണമെന്നില്ല. മൈ ഒപ്പീനിയൻ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്യാതിരിക്കാം, അത് നിങ്ങളുടെ കാര്യം. എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇവർക്ക് ഈ ബിസിനസ് ബുദ്ധി പലപ്പോഴും കുറവായിരിക്കും. ഇവർക്ക് ഒരു പ്രൊഫഷണൽ ആകാനുള്ള ടാലൻ്റ് ആയിരിക്കും. എന്ന് കരുതി ബിസിനസ് ചെയ്യുന്നവരില്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ മറ്റുള്ളവരെ പോലെ അത്ര അത് ഗുണകരമാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് പിന്നെ ഇവർക്ക് ഏറ്റവും നല്ല കൃഷ്ണനെ വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പുരുഷ സൂക്താർച്ചന ഇതൊക്കെ ചെയ്യുന്ന വളരെ നല്ലതാണ്. കൃഷ്ണനെ മുറുകെ പിടിക്കുക, ഇത് വലിയ മാറ്റം ഉണ്ടാവും. പിന്നെ നല്ലൊരു പ്രൊഫഷണലാകാൻ ശ്രമിക്കുക, ഏറ്റവും നല്ലതാണ്. നമ്പർ 4, അതായത് മൊബൈലിൻ്റെ അവസാനത്തെ അക്കം 4 വന്നാൽ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ റിച്ചാകാൻ സാധ്യതയുള്ളവരാണ് ഇവർ. യാതൊരു സംശയം വേണ്ട. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു പണം അല്ലെങ്കിൽ അവസരങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളവരാണ് ഇവരാണ്. ഞാൻ പറഞ്ഞല്ലോ, ചില അക്കങ്ങൾ ചില സ്ഥാനത്ത് വന്നാൽ അപ്രതീക്ഷിതമായ ധനം വരുമെന്ന് പറഞ്ഞ് അതിൽ ഒരു കൂട്ടർ ഈ 4 വരുന്നവരാണ്. ഇവർക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട് ജീവിതത്തിൽ വളരെ ചേഞ്ചിങ് ഉണ്ടാകുന്ന ആളുകളാണ്. ജീവിതത്തിൽ ഉദ്ദേശിക്കാത്ത ചേഞ്ചിങ്ങുകളൊക്കെ, വളരെ ടേണിംഗ് പോയിന്റുകൾ വളരെ ഉദ്ദേശിക്കാത്ത രീതിയിലുണ്ടാവും. ജീവിതം ഉദ്ദേശിക്കാത്ത രീതിയിൽ ചേഞ്ച് ആകും. ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് വെൽത്ത് ഉണ്ടാകാനും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യത കൂടുതലുള്ളവരാണ്. ഞാൻ പറഞ്ഞത് സാധ്യതയാണ് കേട്ടോ, ശ്രദ്ധിക്കുക. പ്രയോജനപ്പെടുത്തേണ്ടതൊക്കെ അവനവൻ്റെ കഴിവ് പോലെ. സാധ്യത അല്ലെങ്കിൽ കേപ്പബിലിറ്റി, പോസിബിലിറ്റിയും കേപ്പബിലിറ്റിയും, സാധ്യതയും അതിനുള്ള കഴിവുള്ളവരാണ്. പിന്നെ അത് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുള്ള അവനവനൊക്കെ ജനിച്ച സമയവും ഡേറ്റ് ഓഫ് ബർത്തും ഗ്രഹനിലയും ഒക്കെ അനുസരിച്ചിരിക്കും. എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണല്ലോ അവർക്ക് അതിൻ്റെ. ഇപ്പോൾ സംഖ്യ മാത്രമേ ഞാൻ വിശകലനം ചെയ്യുന്നുള്ളൂ, അതും ഫോൺ നമ്പറിൻ്റെയാണ്, ജനിച്ച തീയതി ഒന്നുമല്ല പറയുന്നത്, ഫോൺ നമ്പറിൻ്റെയാണ്. അപ്പം ഞാൻ പിടിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ തുടങ്ങുന്നത് ഒരു വൈഡായിട്ടുള്ള അനാലിസിസിൽ നിന്നാണ്. ഫോൺ നമ്പറിൽ നിന്നാണ്, ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കത്തിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത ഞാൻ പറയുന്നത്, അതങ്ങനെ കണ്ടാൽ മതി. ഡേറ്റ് ഓഫ് ബർത്തും ജനനസമയമൊക്കെ അനുസരിച്ചാകുമ്പോഴാണ് കൂടുതൽ ആക്യുറേറ്റ് ആകുന്നത്. ഇത് സാമാന്യമായിട്ട് പറയുന്നതാണ്, എങ്കിലും നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പം ഇവർക്ക് ഫാർമസി ബിസിനസ്, എൻജിനീയറിങ്, ബിൽഡിംഗ് കോൺട്രാക്ട്, ബിൽഡിംഗ് ഡിസൈനിങ്, ഡോക്ടർ, എൻജിനീയർ, വക്കീൽ, ഇത് വേണ്ട, ഇങ്ങനെയുള്ള മേഖല, ഷെയർ സംബന്ധമായ കാര്യങ്ങൾ. പക്ഷേ ഷെയർ സംബന്ധമായ കാര്യങ്ങൾ ഇവർക്ക് അത്ര ഗുണം ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ടെൻഡൻസി കൂടുതലായിരിക്കും. കൂടുതലും മെഡിസിൻ ഫീൽഡ്, ടെക്നിക്കൽ ഫീൽഡ്, എൻജിനീയറിംഗ് ഫീൽഡ്, പിന്നെ ഈ ബിൽഡിംഗ് നിർമ്മാണം, കോൺട്രാക്ടർ, അങ്ങനെയുള്ള മേഖലകൾ, പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് സംബന്ധമായ മേഖലകളൊക്കെ കൂടുതൽ നന്നായിട്ടിരിക്കുന്നതാണ്. ഇവർക്ക് ഏറ്റവും ജീവിതം മാറാൻ ഇവരൊക്കെ വിളിക്കേണ്ടത് ഭദ്രകാളിയെയും കൃഷ്ണനെയും സർപ്പത്തിനും വഴിപാട് ചെയ്യണം. ഭദ്രകാളിക്ക് വെള്ളിയാഴ്ചകൾ അഷ്ടോത്തരാർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കടുംപായസം, ഇതൊക്കെ ചെയ്യുന്ന നല്ലതാണ്. വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക.
പിന്നെ കൃഷ്ണന് വ്യാഴാഴ്ചയും മലയാള മാസം 1-ാം തീയതിയും പാൽപ്പായസം, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം കേട്ടോ. നമ്മുടെ മനസ്സാണത്. ഞാൻ പിന്നെ കുറച്ച് പറയുന്നതേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സ് അവിടെ ചെല്ലുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും ഈശ്വരന് സമർപ്പിച്ചാലും നിങ്ങൾക്ക് ബലം ഉണ്ടാകും. അതൊക്കെ കൃഷ്ണന് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഞായറാഴ്ചകളിൽ സർപ്പ ദേവതയ്ക്ക്, നാഗരാജാവിന് നെയ്വിളക്ക്, പായസ നിവേദ്യം, ഇതൊക്കെ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകും. ഇവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കൂട്ടുകെട്ടുകൾ, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ പോയി ചാടരുത്. ലഹരി അതുള്ള കാര്യങ്ങളൊക്കെ കഴിവതും അത്തരം കാര്യങ്ങളെ ഒന്ന് വിട്ട് നിൽക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരു കൂട്ടുകാർ കമ്പനി അടിക്കുന്നു, അതിനകത്ത് ബുദ്ധിപരമായിട്ടൊക്കെ ഒഴിവാക്കിയേക്കണം. അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാ കുറ്റവും ഇവരുടെ മണ്ടയ്ക്കായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ, ലഹരി അതുള്ള കാര്യങ്ങളെ ഇവരെന്നല്ല എല്ലാവരും ഒഴിവാക്കാൻ നല്ലതാണ്. അതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇവർ ചെറിയ കാര്യത്തിന് വരെ വളരെ വലിയ ടെൻഷൻ അടിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരെ അപേക്ഷിച്ച് ഈ സ്വഭാവം കൂടുതലായിരിക്കും എന്നുള്ള ഞാൻ പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? മറ്റുള്ളവരെ അപേക്ഷിച്ച് ഈ നമ്പറിൽ അവസാനിക്കുന്നവർക്ക് ആ ടെൻഷൻ അടിക്കുന്ന സ്വഭാവം കൂടുതലായിരിക്കും. ക്ലിയർ കട്ടായിട്ടാണ് പറയുന്നത്, കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്താണ് പറയുന്നത്. ഇനിയും 5-ാം നമ്പർ, അതായത് മൊബൈൽ നമ്പർ അവസാനത്തേക്ക് 5 വരികയാണെങ്കിൽ ഇവർക്ക് ട്രേഡിങ്, ബിസിനസ്, ഷെയർ മാർക്കറ്റിങ്, പിന്നെ അതുപോലെ ഫിനാൻസ് സംബന്ധമായ തൊഴിലുകൾ, എൻജിനീയറിങ്, ഇങ്ങനെയുള്ള തന്ത്രം ഉപയോഗിക്കാവുന്ന ഏത് മേഖലകളും, നയം ഉപയോഗിക്കാവുന്ന ഏത് മേഖലകളും, ഇൻ്റലിജൻസ് ഉപയോഗിക്കാവുന്ന ഏത് മേഖലകളും ഇവർക്ക് വളരെ നല്ലതാണ്. ഇവരും അപ്രത്യക്ഷമായിട്ട് റിച്ച് ആകാൻ കഴിവുള്ളവരാണ്. കൂടുതലും ഞാൻ കണ്ടിരിക്കുന്ന പലരും ബിസിനസ്സുകാരാണ്. അവർ വളരെ രീതിയിൽ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുന്നവരാണ്. പിന്നെ ഏത് ഫീൽഡ് ഇവർക്ക് ശോഭിക്കുന്ന തന്നെയാണ്. ഞാൻ കുറേ ഫീൽഡ് പറഞ്ഞല്ലോ. ഇവർ കൃഷ്ണനെയാണ് കൂടുതൽ വിളിക്കേണ്ടത്. ഭഗവാന് ബുധനാഴ്ച അവൽ നിവേദ്യം സമർപ്പിക്കുന്നത് നല്ലതാണ്. വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമ അർച്ചനയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും സമർപ്പിക്കുന്നത് നല്ലതാണ്. 1-ാം തീയതി കൃഷ്ണക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും പാൽപ്പായസവും നടത്തുന്നത് നല്ലതാണ്. ഇതൊക്കെ ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമ്പർ 6, അവസാനം ഫോൺ നമ്പറിൻ്റെ അവസാനം നമ്പർ 6 വരുന്നവർ, ഇത്തരക്കാരെ ഇവർ പെട്ടെന്ന് സെൻസിറ്റീവാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ വലിയ മെച്യൂരിറ്റി ഉള്ളതായിട്ട് തോന്നും. പക്ഷെ വളരെ സെൻസിറ്റീവാണ്. ഇവരെ കളിയാക്കാൻ പോവുക, ഇവരെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കളിയാക്കുക, ഇതൊന്നും ചെയ്യാൻ പോകരുത്. കാരണം ഇവരതൊക്കെ മനസ്സിൽ ചിലപ്പം കൊണ്ടു നടക്കാം. സമയമാകുമ്പോൾ ഇവരത് ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കാം. നമുക്ക് തോന്നുന്നു ഇവർ വലിയ മെച്യൂരിറ്റി ഉണ്ടെന്ന്. പക്ഷേ ഇവർക്ക് വളരെ സെൻസിറ്റീവാണ്. എന്ന് വെച്ച് ഞാൻ സാമാന്യമായിട്ട് പറയുകയാണ്, ജനിച്ച സമയവും നക്ഷത്രവും ഗ്രഹത്തിലൊക്കെ അനുസരിച്ച് ഇതെല്ലാം വ്യത്യാസം വരും. ഇത് സാമാന്യ ബലമാണ്. അങ്ങനെ ഇതെല്ലാം പറയുന്ന ഈ വീഡിയോ പറയുന്ന മുഴുവൻ അങ്ങനെയുള്ള കാര്യങ്ങൾ സാമാന്യ ബലമാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഇവർക്ക് ജോലി ചെയ്താലും അതിനനുസരിച്ചൊരു റെമ്യൂണറേഷൻ പലപ്പോഴും കിട്ടാൻ തടസ്സമുണ്ടാകും മറ്റുള്ളവരെ അപേക്ഷിച്ച്. പക്ഷെ ഇവർ നല്ല രീതിയിൽ വർക്ക് ചെയ്താലും ഇവർക്കൊരു ഒരു റെമ്യൂണറേഷനൊക്കെ ആ ജോലിക്കനുസരിച്ചുള്ള ഒരു റെമ്യൂണറേഷൻ കിട്ടണമെന്നില്ല. എന്നാൽ ഈശ്വരാധീനം, ഭദ്രകാളി പ്രീതി ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകും, ജീവിതം മാറും. യാതൊരു സംശയം വേണ്ട. ഇവർ ഭദ്രകാളിയാണ് വിളിക്കേണ്ടത്. കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും, ഭദ്രകാളിയാണ് വിളിക്കേണ്ടത്. ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കുളമുള്ള ക്ഷേത്രം തിരഞ്ഞെടുത്ത് കുളത്തിൽ മലരുകൊണ്ട് മീനോട്ട് നടത്തണം. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും രക്തപുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും നൽകാൻ നല്ലതാണ്. ഇത് വെള്ളിയാഴ്ചകളിൽ ആവർത്തിക്കാൻ നല്ലതാണ്. മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ഇതിൻ്റെ കൂടെ ഗണപതി ഹോമവും രാവിലെ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവയും നടത്തുന്നത് നല്ലതാണ്. ഇനി നമ്പർ 7, ഫോൺ നമ്പറിൻ്റെ അവസാനം, ഇവർക്ക് കലാപരമായ, ചിലർക്ക്, എല്ലാവർക്കും ഉണ്ടാകുന്ന കലാപരമായ കഴിവുകൾ, അല്ലെങ്കിൽ ചില സംഘാടന മികവ്, കല, രാഷ്ട്രീയം, സിനിമ, അഭിനയം, സംഘടനാ പ്രവർത്തനം, യാത്ര, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സർഗാത്മകമായ ഭാവന കൊണ്ട്, വാസന കൊണ്ട് ചെയ്യാവുന്ന തൊഴിലുകൾ, ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവുകളുള്ളവരാണ്. ഇവർ വളരെ വ്യത്യസ്തരായിരിക്കും. ഇവർ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് ചിന്തിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് വെൽത്ത് ഉണ്ടാകാൻ യോഗമുള്ളവർ തന്നെയാണ്. 4, 5, 7 അപ്രതീക്ഷിതമായിട്ട് വെൽത്ത് ഉണ്ടാകാൻ യോഗമുള്ളവർ തന്നെയാണ്. പക്ഷേ ഇവർക്ക് ഏറ്റവും പ്രധാനം ഗണപതി പ്രീതി എന്നുള്ളതാണ്. ഗണപതിക്ക് വെള്ളിയാഴ്ച ഗണപതിക്ക് ക്ഷേത്രത്തിൽ ഇഷ്ടനിവേദ്യം, പല ക്ഷേത്രത്തിലും പല രീതിയാണ്. അപ്പം ഉണ്ണിയപ്പം കാണും, അല്ലെങ്കിൽ മറ്റു നിവേദ്യങ്ങൾ കാണും. ഭഗവാൻ ഇഷ്ടമുള്ള നിവേദ്യം കൊടുത്ത് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ അഷ്ടോത്തരാർച്ചനയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇനി അഷ്ടോത്തരാർച്ചനയല്ല, ഗണപതി സൂക്താർച്ചന ഏറ്റവും നല്ലത് കേട്ടോ. ഗണപതി സൂക്താർച്ചനയും ഇഷ്ടനിവേദ്യവും
സമർപ്പിക്കുക നല്ലതാണ്. ഗണപതി സൂക്താർച്ചന ഇഷ്ടനിവേദ്യം അതായിരിക്കും ഏറ്റവും അനുഭവമായിട്ട് കണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ചകൾ ആവർത്തിക്കുക നല്ലതാണ്. സർപ്പത്തിന് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. അത് സർപ്പത്തിന് പഞ്ചമി തിഥികളിൽ കർത്തവാവ് കഴിഞ്ഞ് വരുന്ന പഞ്ചമി തിഥിയിൽ പായസ നിവേദ്യം, നെയ്വിളക്ക്, അഭിഷേകങ്ങൾ, പറ്റുന്ന അഭിഷേകം, അല്ലെങ്കിൽ പായസ നിവേദ്യം നെയ്വിളക്കാണേലും മതി. സർപ്പത്തിന് നാഗരാജാവിന് ചെയ്യുന്ന നല്ലതാണ്. ജീവിതത്തിൽ വലിയ ഉയർച്ചകളുണ്ടാവും. ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും ചെറിയ ഇടവേളകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഏത് വിധേയനയും ചിലപ്പോൾ സംഭവിക്കാം. ചിലപ്പോൾ ഒരു വയ്യാഴിക വന്നാൽ മതി. എന്തായാലും ഒരു ഇടവേളകൾ പലപ്പോഴും ഉണ്ടാകാൻ സാധ്യത ഉള്ളവരാണ്. ഇവർക്ക് പലർക്കും വിദേശമായ ഭാഷകൾ കൈകാര്യം ചെയ്യാനോ പഠിക്കാനോ ചിലർക്കെങ്കിലും ടെൻഡൻസി ഉള്ളവരാണ്. ഇവർ സർഗാത്മകമായ ഒരു വൈഭവം, ഉള്ളിലൊരു സർഗാത്മകമായ ഒരു വൈഭവശേഷി നൽകുന്നതാണ് ഈ 7 എന്ന് പറഞ്ഞ നമ്പർ. ഇനി 8 അവസാനിക്കുന്ന നമ്പർ വളരെ ശ്രദ്ധിക്കണം. ഇവർ പലപ്പോഴും മറ്റുള്ളവരുടെ വലയിൽ പോയി ചാടാൻ സാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ ഒക്കെ ശ്രദ്ധിക്കണം. എവിടെ ഒരു ഫിനാൻഷ്യൽ തട്ടിപ്പുണ്ടോ ചിലപ്പോൾ അറിയാതെ അതിനകത്തോട്ട് പോയി ചാടും. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, ഇത് പൊതുവായിട്ട് പറയുന്നതാണ്. ജനിച്ച സമയം, നക്ഷത്രം ഒക്കെ അനുസരിച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും. അപ്പം ഇവരുടെ കൂട്ടുകെട്ടുകൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഇവർക്ക് ഏറ്റവും ബെറ്ററായിട്ട് ബാങ്ക്, കണക്ക്, ഫിനാൻസ്, എൻജിനീയറിങ്, നിയമം, ഹോസ്പിറ്റൽ സംബന്ധമായ വർക്കുകൾ, ഇതിനൊക്കെ ഒരു കഴിവുള്ളവർ തന്നെയാണ്. ഇവർക്ക് ഏറ്റവും പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പലപ്പോഴും പല കാര്യങ്ങളും ഇപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നത് എന്തിനാണെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. കൂട്ടുകാരോട് ചിലപ്പോൾ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. കൂട്ടുകാർ നല്ലതാണെങ്കിൽ ഇവർക്ക് ഗുണമുണ്ടാകും. കൂട്ടുകാർ മോശമാണെങ്കിൽ അതിൻ്റെ ഫലം ഇവരോട് ചിലപ്പോൾ അനുഭവിക്കേണ്ടതായിട്ട് വരാം. പിന്നെ ലഹരി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ശ്രദ്ധിച്ചു പോവുക. കുടുംബജീവിതത്തിൽ എപ്പോഴും ഒരു കൃഷ്ണനെ മുറുക്കെ പിടിച്ച് വഴിപാടുകൾ ചെയ്താൽ കുടുംബജീവിതമെല്ലാം ഏറ്റവും നല്ലതായിട്ട് പോകും. അല്ലെങ്കിൽ എപ്പോഴും ഏതെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കും. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല. ഇതൊക്കെ സാമാന്യ ഫലങ്ങളാണ്. ഇനി ഞാൻ വീണ്ടും പറയുന്നു, ജനിച്ച സമയമൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും, ഗ്രഹനിലയൊക്കെ അനുസരിച്ച്. ഇനി 9 അപ്രതീക്ഷിതമായിട്ട് വെൽത്ത് നൽകുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ഏതൊക്കെയാണ്? 4, 5, 7, 9 അൺഎക്സ്പെക്റ്റഡായിട്ട് വെൽത്ത്. ഇവർ കൂടുതലും ബിസിനസ്, സ്വന്തം നിലയിൽ ബിസിനസ് ചെയ്യുക, സ്വന്തം നിലയിൽ തൊഴിൽ ചെയ്യുക. പിന്നെ ചിലർ എഞ്ചിനീയറിംഗ് വർക്ക്, ചിലർ ടെക്നിക്കൽ, ഏത് രീതിയിലാണെങ്കിലും നല്ലതാണ്. ഇവർക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും ചെയ്യാൻ ഒരു ടെൻഡൻസി ഉള്ളവരാണ്. ഇവർക്ക് വെൽത്ത് നല്ലതായിട്ട് ഉണ്ടാകുന്നതാണ്. ഇവർ കഴിവുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ആ രീതി പ്രയോജനപ്പെടുത്തുക. പിന്നെ ഇവർക്ക് ഏറ്റവും പ്രധാനം ഉണ്ണിക്കണ്ണനെ വിളിക്കുന്നത് നല്ലതാണ്. ഭദ്രകാളിയെ പെട്ടെന്ന് ജീവിതം മാറും. അത് ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രം, അതായത് അമ്പലപ്പുഴ, ആറന്മുള, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ, അല്ലെങ്കിൽ കൃഷ്ണ ചൈതന്യമുള്ള ഉണ്ണിക്കണ്ണനായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ. ഉണ്ണിക്കണ്ണനാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഉണ്ണിക്കണ്ണ സങ്കല്പമാണെങ്കിൽ വളരെ പെട്ടെന്ന് ജീവിതം മാറും. പിന്നെ ഭദ്രകാളിക്ക് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ആറാട്ട് കണ്ടുകൊണ്ട് ഉത്സവ സമയങ്ങളിൽ, പിന്നെ അല്ലാത്തപ്പോൾ വെള്ളിയാഴ്ചകളിൽ അമ്മയ്ക്ക് കടും പായസം, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഉള്ളിടത്ത് നാരങ്ങാവിളക്ക് തെളിയിക്കുന്നത് നല്ലതാണ്. ഒരു ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ അത് ആവശ്യം പോലെ പ്രയോജനപ്പെടുത്തുക. ഇനിയും പറയുന്നത് 0, അതായത് ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കം 0 ആയാൽ ഇവർക്ക് പലപ്പോഴും നല്ലതായിട്ടൊന്ന് ഉയർച്ചയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഇവർക്കൊരു പുറകോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉയർച്ചയിലേക്ക് വരുമ്പോഴായിരിക്കും ഇവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുന്നത്. അതായത് ആ 0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയുടെ ഒരു എഫക്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് ചെയ്യാവുന്ന കാര്യം, ഫലപ്രദമായിട്ട് ചെയ്യാവുന്ന കാര്യം ഭദ്രകാളി പ്രീതിയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹവും അതുപോലെ ശിവനും ചില കാര്യങ്ങൾ ചെയ്താലും പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ശിവന് ചെയ്യുന്നതാണെങ്കിൽ പക്കനാളിൽ കരിക്കഭിഷേകം ചെയ്യണം. ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി, നെയ്വിളക്കൂടെ കൊടുക്കണം. ഇത് പക്കനാൾ തോറും ആവർത്തിക്കണം. പാൽപ്പായസവും കൂടെ കൊടുക്കണം. അപ്പം പെട്ടെന്നൊരു മാറ്റങ്ങൾ വരും. പിന്നെ കൃഷ്ണനാണെങ്കിൽ വ്യാഴാഴ്ചകൾ തുളസിമാല വെച്ച് ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി, നെയ്വിളക്കൂടെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഭദ്രകാളിക്കാണെങ്കിൽ വെള്ളിയാഴ്ചകളിൽ അമ്മയ്ക്ക് നെയ്വിളക്ക്, അഷ്ടോത്തരാർച്ചന, കുങ്കുമാർച്ചന, ഇതൊക്കെ ചെയ്താൽ പെട്ടെന്ന് മാറ്റം വരും. അല്ലെങ്കിൽ കുങ്കുമാഭിഷേകം ചെയ്താൽ പെട്ടെന്ന് മാറ്റം വരും. എല്ലായിടത്തും കുങ്കുമാഭിഷേകം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ കുങ്കുമാർച്ചനയാണെങ്കിലും ചെയ്യുക വെള്ളിയാഴ്ചകളിൽ. ഭാഗ്യസൂക്ത അർച്ചനയും കൂടെ അതിൻ്റെ കൂടെ കൊടുക്കുക. പിന്നെ നെയ്വിളക്കും കടും പായസവും കൂടെ കൊടുക്കുക. ഇതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് നിസാരം ഒരു ചെറിയ സംഭവത്തെ പിടിച്ചാണ് പറഞ്ഞത്. അതായത് ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ ഒരു അക്കത്തിൻ്റെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ സ്വാധീനം, അതാണ് ഞാൻ പറഞ്ഞത്.
അല്ല നിങ്ങളുടെ ജനന തീയതിയെക്കുറിച്ചല്ല, ജനിച്ച നക്ഷത്രത്തെക്കുറിച്ചല്ല, ജനിച്ച ഗ്രഹനില വെച്ചല്ല. ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ ഒരക്കം നിങ്ങളിൽ ഉണ്ടാക്കാവുന്ന ഒരു ചെറിയ സ്വാധീനത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പിന്നെ ഇത് സാമാന്യമായിട്ട് പറയുന്നതാണ്, പക്ഷേ എങ്കിലും മനസ്സിലാക്കുന്നുണ്ട്, അത് പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്, നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പിന്നെ ഓരോ വ്യക്തിയും ഒരു ഒരു ജനിച്ച ഡേറ്റ്, ജനിച്ച സമയത്തെ ഗ്രഹനില, ഇതൊക്കെ അനുസരിച്ച് അയാളുടെ ജീവിതത്തിൽ അതിൻ്റെയൊക്കെ ഒരു സ്വാധീനം കൂടുതലായിരിക്കും. ഈ പറഞ്ഞല്ല, ഒരു സാമാന്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എങ്കിലും അത് നമുക്ക് ഗുണം തരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 2 ഫോൺ നമ്പർ അവസാനം 2 അവർ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചാൽ അവർക്ക് വലിയ നഷ്ടങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റും. അല്ലെ 4 അവസാനം വരുന്നത് അവർക്ക് ആ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്ത് ചിലപ്പം വലിയ സാമ്പത്തികമായിട്ട് അപ്രസമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ വരും. 5 അവർക്ക് ആ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്ത് പ്രയോജനപ്പെടുത്തിയ ചിലപ്പോൾ വലിയ രീതിയിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും. അതുകൊണ്ട് ഇതൊക്കെ ജീവിതത്തിൽ ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്, ഒരിക്കലും ദോഷം ഉണ്ടാകത്തില്ല, നല്ല കാര്യങ്ങളാണ്. എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഓരോരുത്തർക്ക് ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞു തരുന്നത്. എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയുക, അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയത്തില്ല. എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളോ പറഞ്ഞ് അത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ.